പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ഇങ്ങനൊരു സ്ക്രീനാണ്. ഇതിൽ ഒരു സ്പ്രൈറ്റ് ഉണ്ട്, ടോബി. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട അലാം ക്ലോക്കാണ്. അത് സ്പ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് സ്പ്രൈറ്റിൽ അപ്ലോഡ് സ്പ്രൈറ്റ് കൊടുക്കുക. അപ്ലോഡ് സ്പ്രൈറ്റ് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ ഹോമിൽ പോവുക. ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എടുക്കുക. അതിൽ ക്ലാസ് 9ൽ അലാം ക്ലോക്ക് എന്ന ഫോൾഡർ ഉണ്ട്. അതിൽ ഇമേജസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് clock.png എന്ന് പറയുന്ന ഒരു ഉണ്ട്. അതിന് അത് നമ്മൾ എടുക്കുക, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ സ്പ്രൈറ്റ് നമുക്ക് ഇവിടെ വരും, ആ ക്ലോക്ക് എന്ന സ്പ്രൈറ്റ്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് നേരെ വയ്ക്കുക. ഇതാണ് നമുക്ക് വേണ്ട അലാം ക്ലോക്ക്. ഇനി ഈ ക്ലോക്കിൽ നമുക്ക് സൂചിയും കാര്യങ്ങളെല്ലാം വെക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് ഹാൻഡിൽ, മിനിറ്റ് ഹാൻഡിൽ, അവർ ഹാൻഡിൽ ഇതെല്ലാം വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ക്ലോക്കിൽ സെക്കൻഡ് ഹാൻഡിലാണ് ആദ്യം വെക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒരു സ്പ്രൈറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ ചൂസ് എ സ്പ്രൈറ്റ് എടുക്കുക, അപ്ലോഡ് സ്പ്രൈറ്റ് എടുക്കുക. അതിലവിടെ സെക്കൻഡ് ഹാൻഡിലാണ് ഫസ്റ്റിൽ കിടപ്പുണ്ട്. ആ സെക്കൻഡ് ഹാൻഡിൽ എടുക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സൂചി വന്നു. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് ക്ലോക്കിനോളം വലുതായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്കിവിടെ താഴെ ഇവിടെ സൈസ് കുറച്ച് കൊടുക്കണം. ഇതിന് ഒരു 50 ആക്കി കൊടുക്കണം. 100 എന്നത് 50 ആക്കിയിട്ട് അതിന് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ആ സൂചി ചെറുതാവുന്നത്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വയ്ക്കുക. അപ്പോൾ ഈ ക്ലോക്ക് ഹാൻഡിൽ, ഈ ക്ലോക്കിൻ്റെ ഈ സെക്കൻഡ് ഹാൻഡിൽ നമുക്ക് അത് ചലിപ്പിക്കണം. അത് ചലിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് അത് ഒരു തവണ കറങ്ങി വരുമ്പോൾ ആ ഒരു പ്രാവശ്യത്തെ ഈ ക്ലോക്ക് സൂചിയുടെ അനക്കം ഒരു എത്ര ആംഗിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 60 സെക്കൻഡാണ് ഈ ഒരൊറ്റ കറക്കം. മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പം ഈ 360/60 ഈ നടുക്കുള്ള ഡിഗ്രി 360. അപ്പോൾ 360/60 എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അത് ആ ഒരു സെക്കൻഡിൽ ഇതിൻ്റെ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇവൻറ്റ്സ് എടുക്കുക. ഇവൻറ്റ്സിൽ വെൻ ഫ്ലാഗ് ക്ലിക്ഡ് എടുക്കുക. അതിനുശേഷം കൺട്രോൾ, അത് എപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ കറങ്ങണമല്ലോ. അപ്പോൾ 4 എവർ എടുക്കുക. 4 എവർ എടുത്ത ശേഷം ഇതിന് മോഷൻ, ഇത് കറങ്ങണമല്ലോ. അപ്പോൾ മോഷൻ എടുക്കുക. മോഷനിൽ പോയിന്റ് ഇൻ ഡിറക്ഷൻ, അതാണ് നമുക്കിവിടെ വേണ്ട മോഷനിൽ നിന്ന് എടുക്കേണ്ടത്. ഇനി ഈ സൂചി കറങ്ങുന്നത് അറിയാം. അപ്പോഴത്തെ ടൈം വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് കറണ്ട് സെൻസിങ്ങിൽ കറണ്ട് ഇയർ എടുക്കുക. ഇനി ഈ കറണ്ട് ഇയർ മാറ്റി നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് സെക്കൻഡാണ്. അപ്പോൾ അത് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഓപ്പറേറ്റർ വേണം. അപ്പം കറണ്ട് സെക്കൻഡ് ഇൻറ്റു 6 ഡിഗ്രി എന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിൽ എടുക്കുക. ഓപ്പറേറ്റേഴ്സിൽ ഇൻറ്റു എന്നുള്ള ഓപ്പറേറ്റർ എടുക്കുന്നു. അതിൽ ഒരു ഭാഗത്തായിട്ട്, ആദ്യത്തെ ഭാഗത്തായിട്ട് കറണ്ട് സെക്കൻഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 6 ഡിഗ്രി 6 എന്നും കൊടുക്കുന്നു. ഇപ്പോൾ ഈ കിട്ടിയ ബ്ലോക്ക് എടുത്ത് പോയിന്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ വെക്കുന്നു. അങ്ങോട്ട് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അവിടെ ഒരു വ്യത്യാസം കാണാം. അപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ അതിൽ ചേർന്നിരിക്കും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡിലിൻ്റെ ബ്ലോക്കുകൾ. അപ്പോൾ അത് നമുക്കിവിടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. ഇത് വെച്ചപ്പോൾ ഈ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ആ ഒരു വ്യത്യാസം കണ്ടോ? കറക്റ്റ് നടുക്ക് വെച്ചല്ല കറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കറക്കം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ നടുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് കോസ്റ്റ്യൂംസ് എടുക്കുക. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് കോസ്റ്റ്യൂംസ് എടുക്കുക. കോസ്റ്റ്യൂംസിൽ സെലക്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് കാണുന്നല്ലോ. അപ്പോൾ ഈ മഞ്ഞ ഏരിയ, യെല്ലോ ഏരിയ കൊണ്ടുവന്ന്
ഈ പ്ലസിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ സൂചി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിന് ഫ്ലാഗിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ കറങ്ങുന്ന കാണാം. അപ്പോൾ ഏത് ഹാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അവർ ഹാൻഡിലാണെങ്കിലും സെക്കൻഡ് ഹാൻഡിലാണെങ്കിലും മിനിറ്റ് ഹാൻഡിലാണെങ്കിലും അതെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ക്ലോക്കിൽ മിനിറ്റ് ഹാൻഡിലാണ്. അപ്പോൾ അതിലും വീണ്ടും സ്പ്രൈറ്റ് തന്നെയാണ്, അപ്ലോഡ് സ്പ്രൈറ്റ് എടുത്തിട്ട് മിനിറ്റ് ഹാൻഡിൽ എടുക്കുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ മിനിറ്റ് ഹാൻഡിലും വലുതാണ്. അപ്പോൾ അതിൻ്റെയും സൈസ് നമ്മളിവിടെ കുറച്ച് കൊടുക്കണം. 50 എടുത്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അതും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഈ ഹാൻഡിലും നമ്മൾ കറക്റ്റ് അതിൻ്റെ മിഡിലിൽ വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ്യൂംസ് എടുക്കുക. ഇവിടെ ഓൾറെഡി കോസ്റ്റ്യൂംസ് എടുത്തുകൊണ്ട് അതിന് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, എന്നിട്ടും അതിനെയും ആ പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സൂചി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ മിഡിൽ തന്നെ ഇരിക്കും. ഇനി ചിലപ്പോൾ നമ്മൾ ഈ ക്ലോക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ക്ലോക്ക് ഫ്രണ്ടിലോട്ട് വരികയും ഈ സൂചി ബാക്കിലോട്ട് പോവുകയും ചെയ്യും. അതിപ്പോൾ നോക്കിക്കോളൂ. ഇതിനെ നമ്മളൊന്ന് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂചികൾ കാണാനില്ല, ക്ലോക്ക് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോക്ക് എടുക്കുക, ക്ലോക്ക് എടുത്തിട്ട് ബ്ലോക്സ് എടുക്കുക. ബ്ലോക്സിൽ ഇവൻസിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നത് കൊടുക്കുക. എന്നിട്ട് കൺട്രോളിൽ ഫോറെവർ. അതിനുശേഷം ലുക്സ് കൊടുക്കുക. ലുക്സിൽ എടുക്കേണ്ടത് ഗോ ടു ഫ്രണ്ട് ലെയർ എന്നുള്ളതാണ്. അത് ഫോറെവറിൽ കൊണ്ടുവയ്ക്കുക. ഈ ഗോ ടു ഫ്രണ്ട് ലെയറിന് നമുക്ക് സത്യത്തിൽ ഇത് ബാക്കിലായിട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ഫ്രണ്ട് എടുക്കുക, ബാക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ക്ലോക്ക് ബാക്കിലോട്ട് പോയി, ആ സൂചികൾ ഫ്രണ്ടിലോട്ട് വന്നു. ഇനി നമുക്ക് അവർ ഹാൻഡിലെടുക്കാം. അപ്ലോഡ് സ്പ്രൈറ്റ് തന്നെ എടുക്കുക, എന്നിട്ട് അവർ ഹാൻഡിലെടുക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവർ ഹാൻഡിൽ നേരത്തെ ചെയ്തതുപോലെ വലിയ അവർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സൈസ് കുറച്ച് കൊടുക്കുക, 50, എൻ്റർ കൊടുക്കുക. അവർ ഹാൻഡിലും വെക്കുക. നമ്മൾ മിനിറ്റ് ഹാൻഡിലിന് ബ്ലോക്സ് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മിനിറ്റ് ഹാൻഡിലിൻ്റെ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഈ മിനിറ്റ് ഹാൻഡിലും 1 മിനിറ്റ് ആകുമ്പോൾ അവിടെ 6 ഡിഗ്രി തന്നെയാണ് ചലിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡിലിന് ചെയ്ത അതേ ബ്ലോക്സ് തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സെക്കൻഡ് ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലോക്സ് നമ്മൾ ഓൾറെഡി ചെയ്തതുണ്ട്. അതിനെ ഇങ്ങനെ ഒരുമിച്ചെടുത്ത് ഡ്രാഗ് ചെയ്ത് ആ മിനിറ്റ് ഹാൻഡിലോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ കറക്റ്റ് ആ മിനിറ്റ് ഹാൻഡിൽ എടുത്തപ്പോൾ അതവിടെ വന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ മിനിറ്റ് ഹാൻഡിൽ ആയതുകൊണ്ട് സെക്കൻഡിന് പകരം മിനിറ്റ് എടുക്കുക. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് അവർ ഹാൻഡിലാണ്. അവർ ഹാൻഡിലിന് 12 നിന്നും 1 വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് 12 നിന്ന് 1 പോകുന്നത്. ഓരോ മിനിറ്റും ആകുമ്പോഴും ഈ അവർ ഹാൻഡിലിനും വ്യത്യാസം വരുന്നുണ്ട്. അത് 0.5 ആണ് അവിടെ വരുന്ന വ്യത്യാസം, 0.5 ഡിഗ്രി. അങ്ങനെ 0.5 ഡിഗ്രി ചലിച്ചാണ് ഒരു മണിക്കൂറാകുമ്പോൾ 12 നിന്നും 1 അപ്പോൾ 30 ഡിഗ്രി അത്രയും ആ ഒരു 0.5 വീതം ചലിച്ചാണ് 30 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവർ ഹാൻഡിലിന് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഇവൻസ് എടുക്കുക. ഇവൻസിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അതിനുശേഷം കൺട്രോൾ ഫോറെവർ, സെയിം അതേ കാര്യം തന്നെയാണ് ആദ്യമൊക്കെ. നെക്സ്റ്റ് മോഷനിൽ പോയിന്റിങ് ഡയറക്ഷൻ. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓപ്പറേറ്റേഴ്സ് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ 2
കാര്യമാണ് നടക്കുന്നത്. 30 ഡിഗ്രിയുടെ കാര്യവും നമുക്ക് അവിടെ ചെയ്യണം, 0.5-ൻ്റെതും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റു എടുക്കുന്നു. ഇൻറ്റു ഓപ്പറേറ്റർ എടുത്തതിന് ശേഷം അവിടെ കറണ്ട് സെൻസിങ് എടുക്കുക. അപ്പോൾ അവിടെ കറണ്ട് ഇയർ തന്നെ എടുത്ത് ആദ്യം വയ്ക്കുന്നു. കറണ്ട് ഇയറിൽ എടുക്കേണ്ടത് അവറാണ്, കാരണം ഇത് അവർ സൂചിയാണ്. അതിൽ 30 അവറിന് നെക്സ്റ്റ് കോളത്തിൽ 30 ആണ് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഈ ഒരു കാര്യം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ അടുത്തത് മിനിറ്റിന് വ്യത്യാസം വരുമ്പോൾ ഓരോ മിനിറ്റ് ആകുമ്പോൾ 0.5 കൂടി വരുന്നുണ്ട് ആംഗിൾ. അപ്പോൾ അതിനും നമ്മൾ ഓപ്പറേറ്റേഴ്സ് എടുക്കുക. അതിൽ ഇൻറ്റു തന്നെ എടുക്കുക. എന്നിട്ട് സെൻസിങ് കറണ്ട് ഇയർ. അപ്പോൾ ഇവിടെ മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മിനിറ്റ് ഓരോ മിനിറ്റിലും 0.5. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്യണം. അതിനുള്ള ഓപ്പറേറ്റേഴ്സ് എടുക്കണം. അപ്പോൾ അതാണ് പ്ലസ്. ആ പ്ലസിൻ്റെ ഒരു ഭാഗത്തേക്ക് കറണ്ട് അവറും ഒരു ഭാഗത്തേക്ക് കറണ്ട് മിനിറ്റും വയ്ക്കുക. അതിനെ പോയിന്റിങ് ഡയറക്ഷനിൽ കൊണ്ടുവയ്ക്കുക. ഇതാണ് അവർ ഹാൻഡിലിൻ്റെ ബ്ലോക്ക്. അത് കംപ്ലീറ്റ് ആകും. അടുത്തതായി നമുക്കിവിടെ ഇതിൻ്റെ സൂചിയുടെ നടുക്ക് നമുക്കൊരു ബട്ടൺ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അപ്ലോഡ്, അതും സ്പ്രൈറ്റ് തന്നെയാണ്. അപ്ലോഡ് സ്പ്രൈറ്റിന് ശേഷം നീഡിൽ ക്യാപ്പ് ഓപ്പൺ. അതിന് ആ ഒരു ചെറിയ നീഡിൽ തന്നെയാണ്, നീഡിൽ ക്യാപ്പാണ്. അതിന് നമുക്ക് അവിടെ വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് സൈസ് 60 or 70 ആക്കി കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് അലാം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അലാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ക്ലോക്കിൻ്റെ മുകളിലായിട്ട് 2 ബെൽ ബട്ടൺ കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ബെൽ ബട്ടൺ ചൂസ് എ സ്പ്രൈറ്റ് ആണ് എടുക്കേണ്ടത്. ചൂസ് എ സ്പ്രൈറ്റിൽ ലെഫ്റ്റ് ബെല്ല് റൈറ്റ് ബെല്ലെന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് ബെല്ല് ആദ്യം എടുക്കുക, ഓപ്പൺ ചെയ്യുക. അതിനെ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലോട്ട് വയ്ക്കുക. ഈ ബെല്ലടിക്കുമ്പോൾ ഇതിൽ 2 വേവ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് അലാം അടിക്കുമ്പോഴാണ് ആ ഒരു വേവ്സ് വരുന്നത്. അപ്പോൾ അത് വരുന്നതിന് വേണ്ടിയിട്ടും ഈ ലെഫ്റ്റ് ബെല്ലിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യണം. ബ്ലോക്സ് അതിലെടുത്തിട്ട് ഇവൻസിലെടുക്കുക. വെൻ ഐ റിസീവ് ആണ് എടുക്കുക. കാരണം അലാം അടിക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം അവിടെ വരുന്നത്. അപ്പോൾ വെൻ ഐ റിസീവ് എന്നുള്ളതിൽ മെസ്സേജ് 1ൻ്റെ സ്ഥാനത്ത് അലാം എന്ന് കൊടുക്കുക. അതിന് ന്യൂ മെസ്സേജ് എടുത്തിട്ട് അതിന് അലാം എന്ന് കൊടുക്കണം. അലാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വെൻ ഐ റിസീവ് അലാം എന്നാണ് വന്നിരിക്കുന്നത്. ഇനി അതിന് ശേഷം അതിന് കൺട്രോളിൽ നമ്മൾ റിപ്പീറ്റ് 10 എടുക്കുക. റിപ്പീറ്റ് 10 എടുത്തിട്ട് അതിൽ നെക്സ്റ്റ് കോസ്റ്റ്യൂം അതിൽ അത്ര പ്രാവശ്യം വരണമെന്നാണ്. അത് ലുക്സാണ് എടുക്കേണ്ടത്. ലുക്സിൽ നിന്നും നെക്സ്റ്റ് കോസ്റ്റ്യൂം വയ്ക്കുക. അപ്പോൾ ആ നെക്സ്റ്റ് കോസ്റ്റ്യൂം എത്ര സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെടുക്കേണ്ടത് കൺട്രോളിലാണ്. കൺട്രോളിൽ വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുക. ഇത്രയുമാണ് ഈ ബെല്ലിൻ്റേത്. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം വരണമെങ്കിൽ നമുക്ക് ആ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇവിടെ എടുക്കണം. കോസ്റ്റ്യൂംസിൽ ലെഫ്റ്റ് ബെല്ല് ഓൾറെഡി നമ്മൾ എടുത്തതുകൊണ്ട് ഇനി അടുത്ത കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ചൂസ് എ
കോസ്റ്റ്യൂമിൽ അപ്ലോഡ് കോസ്റ്റ്യൂം എടുക്കുക. അപ്ലോഡ് കോസ്റ്റ്യൂമിൽ ലെഫ്റ്റ് ബെല്ല് 2 എടുക്കുക. ഓപ്പൺ, അതിൽ ആ വേവ്സ് ഇതുപോലെ വരും, ഓപ്പൺ. അപ്പോൾ അതായിരിക്കും ഇവിടെ അലാം കേൾക്കുമ്പോൾ വരുന്ന മാറ്റം. ഇനി അടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ബെല്ലും വേണം. അപ്പോൾ അതിനും അപ്ലോഡ് സ്പ്രൈറ്റിൽ റൈറ്റ് ബെല്ല് 1 എടുക്കുക, ഓപ്പൺ ചെയ്യുക. ആ ബെല്ല് മുകളിലേക്ക് വെക്കുക. അപ്പോൾ ആ മാറ്റം വരുന്നതിന് റൈറ്റ് ബെല്ലിലും കോസ്റ്റ്യൂം, നമ്മൾ അടുത്ത കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണം. അപ്ലോഡ് കോസ്റ്റ്യൂം, അതിൽ റൈറ്റ് ബെല്ല് 2 കൊടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ അതാണ് വരുന്നത്. ഇനി അതിന് ശേഷം അതിൻ്റെയും ബ്ലോക്ക് നമ്മൾ ചെയ്യണം. അത് ലെഫ്റ്റ് ബെല്ലിൻ്റെ സെയിം ബ്ലോക്ക് തന്നെയായിരിക്കും. അതിനെ നമുക്കെടുത്ത് ഇതുപോലെ റൈറ്റ് ബെല്ലിൽ കൊണ്ടുവയ്ക്കാവുന്നതാണ്. അപ്പോൾ റൈറ്റ് ബെല്ലിലും സെയിം കോസ്റ്റ്യൂം തന്നെ, ലെഫ്റ്റ് ബെല്ലിലും സെയിം പ്രോഗ്രാം തന്നെ, റൈറ്റ് ബെല്ലിലും സെയിം പ്രോഗ്രാം തന്നെ. ഇനി അടുത്തതായിട്ട് നമുക്ക് അലാം സെറ്റ് ചെയ്യണം. അലാം സെറ്റ് ചെയ്യുന്നതിന് നമുക്കിവിടെ അടുത്തതായി ചൂസ്, കാരണം ആ അലാം എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ 24 hour ഫോർമാറ്റ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത് അപ്ലോഡ് സ്പ്രൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ അലാം ബട്ടൺ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അലാം ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇതുപോലെ നേരത്തെ നമ്മൾ സൂചികൾ എടുത്തതുപോലെ അത് വലിയ അലാമാണ്. അപ്പോൾ ആ അലാമിനെ അല്പം ചെറുതാക്കണം. നമുക്കൊരു 50 തന്നെ കൊടുക്കാം. എൻ്റർ അടിക്കുക. ഇനി ഈ അലാമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ അവർ ഫോർമാറ്റൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റ്സ് എടുക്കുക. ഇവിടെ ഈ അലാമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, ആ അലാം എന്ന് പറയുന്നൊരു സ്പ്രൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഇവൻ്റാണ് എടുത്തു വെക്കേണ്ടത്, വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ്. അതിനുശേഷം നമ്മൾ സെൻസിങ് എടുക്കുക. സെൻസിങ്ങിൽ ആസ്ക് ആൻഡ് വെയിറ്റ് എന്നുള്ളത് കൊടുക്കുക. ആസ്ക് ആൻഡ് വെയിറ്റ്, കാരണം നമ്മൾ ആ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? എൻ്റർ അവർ ഇൻ 24 hour ഫോർമാറ്റ് എന്നുള്ളത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എൻ്റർ അവർ ഇൻ 24 hour ഫോർമാറ്റ് എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ആൻസർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ചെയ്യണം. വേരിയബിൾസ് എടുക്കുക. സെറ്റ് വേരിയബിൾ എന്നുള്ളത്, അതിന് മുമ്പ് നമ്മളിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അവർ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അവർ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, സെറ്റ് അവർ ടു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് അവർ എന്നുള്ളത് ഇവിടെ വെക്കുക. അതിനുശേഷം ഈ സെൻസിങ് എടുക്കുക. സെൻസിങ്ങിൽ ആൻസർ റൈറ്റിലോട്ട് വയ്ക്കുക. ഇനി അടുത്തത് ആ 24 hour ഫോർമാറ്റ് ചോദിച്ച് കഴിയുമ്പോൾ അടുത്തത് ചോദിക്കുന്നത് എൻ്റർ മിനിറ്റ് എന്നാണ്. അതും സെയിം സെൻസിങ്ങിൽ നിന്നും സെയിം ആസ്ക് എന്നുള്ളത് തന്നെ, ആസ്ക് ആൻഡ് വെയിറ്റ് തന്നെ എടുക്കുക. അപ്പോൾ അതിൽ എൻ്റർ മിനിറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. എൻ്റർ മിനിറ്റ്. എൻ്റർ മിനിറ്റ് എന്ന് എൻ്റർ ചെയ്തു. ഇനി അതുപോലെ ഇവിടെ സെറ്റ് അതേ ബ്ലോക്ക് തന്നെയാണ് ഇവിടെ വെക്കേണ്ടത്. അതിൽ കൺട്രോളല്ല വേരിയബിൾസിൽ സെറ്റ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് അവറേ ഉള്ളൂ വേരിയബിൾ. ഇനി മിനിറ്റ് വേണം നമുക്ക് മറ്റൊരു വേരിയബിളായിട്ട്. അപ്പോൾ അത് നമ്മൾ മിനിറ്റ് എന്ന് കൊടുക്കുക. മിനിറ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് സെറ്റ് അവർ ടു തന്നെ എടുത്ത് വെക്കുക. ആ അവറിൽ നമ്മൾ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് മിനിറ്റ് അതിൽ വന്നിട്ടുണ്ട്. മിനിറ്റ് ചൂസ് ചെയ്യുക.
അവിടെയും സെൻസിങ്ങിൽ റൈറ്റ് സൈഡിലേക്ക് സെൻസിങ്ങിൽ ആൻസർ തന്നെ എടുത്തു വയ്ക്കുക. ഇനി അതിന് ശേഷം ഈ ചെയ്യുമ്പോൾ അലാം അടിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ അവർ അപ്പോഴത്തെ അവറുമായിട്ട് കറക്റ്റ് ആവണം. അതുപോലെ തന്നെ മിനിറ്റും ആ കറണ്ട് അവർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അവറാകണം. കറണ്ട് മിനിറ്റും നമ്മൾ കൊടുത്ത മിനിറ്റ് ആകുമ്പോഴാണ് അലാം അടിക്കുന്നത്, ആ കറക്റ്റ് ടൈം ആകുമ്പോൾ. അതാണ് അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. അതിന് അലാം അടിക്കുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യേണ്ട വേരിയബിൾസ് കൺട്രോൾ എടുക്കുക, വെയിറ്റ് അണ്ടിൽ എന്നുള്ളതാണ് എടുക്കേണ്ടത്. ഏതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് വെയിറ്റ് അണ്ടിൽ. അപ്പോൾ അത് നമ്മളെടുത്ത ആ മണിക്കൂർ കറണ്ട് അവർ നമ്മളിവിടെ സെറ്റ് ചെയ്ത അവറിനോട് ഈക്വൽ ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സാണ് എടുക്കേണ്ടത്. ഓപ്പറേറ്റേഴ്സിൽ ഈക്വൽ ടു എടുക്കുക. ഈക്വൽ ടു എടുക്കുമ്പോൾ കറണ്ട് അവർ നമ്മളെടുത്ത അവറിന് ഈക്വൽ ആകണം. അപ്പോൾ അതിൽ സെൻസിങ് കറണ്ട് ഇയറിൽ മാറ്റിയിട്ട് കറണ്ട് അവർ എടുക്കുക. അതിൽ 50 എന്നുള്ളടത്ത് അവർ കൊടുക്കുക. നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത അവർ കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒരു ഓപ്പറേറ്റർ തന്നെ ഈസ് ഈക്വൽ ടു ഉള്ള ഓപ്പറേറ്റർ തന്നെ എടുക്കുക. ഈസ് ഈക്വൽ ടു കറണ്ട് മിനിറ്റ് അതേ നമ്മൾ കൊടുത്ത മിനിറ്റ് ആകണം. അപ്പോൾ അതിൽ സെൻസിങ് എടുക്കുക, കറണ്ട് മിനിറ്റ് എന്നുള്ളത് എടുക്കുക, അത് മിനിറ്റ് എന്നാക്കുക. അത് ഇവിടെ ആൻസർ വേരിയബിൾസിൽ മിനിറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇനി അപ്പോൾ ഇവിടെ ഈ 2 കാര്യങ്ങളും വരണം. അപ്പോൾ അതിന് ആൻഡ് ആണ് കൊടുക്കേണ്ടത്. ഓപ്പറേറ്റേഴ്സിൽ തന്നെ ആൻഡ് എടുക്കുക. ആൻഡ് എടുത്തിട്ട് കറണ്ട് അവർ ഇസ് ഈക്വൽ ടു അവറും കറണ്ട് മിനിറ്റ് ഇസ് ഈക്വൽ ടു മിനിറ്റ് എന്നുള്ളതും അവിടെ വെക്കാം. ഇത് വെയിറ്റ് അണ്ടിൽ എന്നുള്ള അതിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അവിടെ അലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഇത് സമയം കറക്റ്റ് ആകുമ്പോൾ അലാം കേൾക്കണമല്ലോ. അപ്പോൾ അലാം കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് കേൾക്കണം. അപ്പോൾ അതിന് കൺട്രോൾ എടുക്കുക, കൺട്രോൾ അല്ല ഇവൻസിൽ ബ്രോഡ്കാസ്റ്റ് അലാം എന്നുള്ളത് എടുക്കുക. ബ്രോഡ്കാസ്റ്റ് അലാം എന്ന് എടുക്കുമ്പോൾ അതിനകത്ത് ഇനി നമുക്ക് സൗണ്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് സൗണ്ട് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ അതിൽ സൗണ്ട് എടുക്കുക. സൗണ്ടിൽ പ്ലേ സൗണ്ട് എടുക്കുക. പ്ലേ സൗണ്ട് വരുമ്പോൾ ഇവിടെ സൗണ്ടുകളൊന്നുമില്ല, നമുക്ക് സെലക്ട് ചെയ്യണം. ബ്രോഡ്കാസ്റ്റ് സൗണ്ട് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗണ്ട്സ് എടുക്കുക. സൗണ്ട്സിൽ ഇവിടെ ചൂസ് എ സൗണ്ട് എന്ന് പറഞ്ഞ താഴെയുണ്ട്. ആ ചൂസ് എ സൗണ്ട് നമ്മൾ എടുക്കുക. ഇത് അപ്പോൾ കുറച്ച് സൗണ്ട്സ് ഇതിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സൗണ്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഡാൻസ് മാജിക് എന്നുള്ള ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സൗണ്ട്സ് നമ്മൾ ബ്ലോഗ്സ് എടുക്കുമ്പോൾ ആ സൗണ്ട്സ് അവിടെ ഉണ്ടായിരിക്കും. സൗണ്ട്സ് എടുക്കുമ്പോൾ അവിടെ വന്നു. ഇനി നമുക്കിത് അത് ചെയ്യണമെങ്കിൽ ഇത് അലാം റിപ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കൺട്രോൾ എടുക്കുക, റിപ്പീറ്റ് 10 എന്നുള്ളത് കൊടുക്കുക. റിപ്പീറ്റ് 10 വേണ്ട, നമുക്ക് തൽക്കാലം റിപ്പീറ്റ് 2 മതി. അവിടെ റിപ്പീറ്റ് 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തിട്ട് സൗണ്ട് എടുക്കുക. സൗണ്ടിൽ പ്ലേ സൗണ്ട് അണ്ടിൽ ഡൺ എന്നുള്ളത് കൊടുക്കുന്നു. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് അലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ അലാം ക്ലിക്ക് ചെയ്യുന്നു. അലാം ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ 24 hour ഫോർമാറ്റ് ചോദിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ 20 കൊടുക്കുന്നു. ഇവിടെ 20:38 ആണ് ഇപ്പോഴത്തെ ടൈം. 39 ആണ് ഇപ്പോഴത്തെ ടൈം. അതിൽ ഞാനിപ്പോൾ 20 എൻ്റർ മിനിറ്റ് കൊടുക്കുമ്പോൾ 40 കൊടുക്കുന്നു. 40 കൊടുത്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം 40 ആകുമ്പോൾ ഇത് അലാം അടിക്കുന്നുണ്ടോ എന്നുള്ളത്.
ഇപ്പോൾ അലാം അടിച്ചു. ഇതാണ് പിക്ടോബ്ലോക്സിലെ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണുള്ളത്.